AMMAയിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. AMMAയുടെ സംഘടനാ രീതികളൊക്കെ നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ ഇനിയൊരു മാറ്റം അതിലുണ്ടാവുമെന്നാണ് സാർ പ്രതീക്ഷിക്കുന്നത്? അല്ല, ഇപ്പോൾ അതിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പോകുന്നതെന്ന് പ്രമുഖരായിട്ടുള്ള ആളുകൾ ജഗദീഷും അതുപോലെ തന്നെ ശ്വേതാ മേനോനും ഒക്കെയാണ്. അപ്പോൾ ഇതിൽ ജഗദീഷ് ജയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ മാറ്റം ചിലപ്പോൾ ആ സംഘടനയ്ക്ക് ഉണ്ടായേക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും വലിയ തരത്തിലുള്ള ചേഞ്ചസ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. കുറച്ചുകൂടി വകതിരിവുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ജഗദീഷിൽ നിന്ന് കേൾക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 90% തന്നെ ജഗദീഷ് തന്നെയാണ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുക. കാരണം അതിലുള്ള നടിമാരൊക്കെ തന്നെ മിക്കവാറും പേര് ശ്വേതാ മേനോനൊന്നും വോട്ട് ചെയ്യാൻ ഒരു സാധ്യതയില്ല. പിന്നെ ഷിബിലെ അറിയേണ്ടത് 500-ലധികം വരുന്ന ആകെ മെമ്പർമാരുള്ള ഒരു തരികിട സംഘടനയാണ് ഈ പറയുന്ന പോലെ AMMA എന്ന് പറയുന്നത്. അതിൻ്റെ സ്വഭാവത്തിനോ അതിൻ്റെ വിശേഷങ്ങൾക്കോ ഒന്നും പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പൊന്നും നമ്മൾ വലിയ തോതിൽ സീരിയസ് ആയിട്ടൊന്നും ജനങ്ങൾ കാണേണ്ട കാര്യമില്ല. പക്ഷേ ഇതിൽ സംഭവിച്ചേക്കണ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണ AMMAയിൽ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മോഹൻലാൽ മത്സരിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരെങ്കിലും മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ മിക്കവാറും എതിരായിട്ട് ആരെങ്കിലും മത്സരിക്കാൻ വേണ്ടി ആളെ അവർ തന്നെ കണ്ടെത്തി, അതായത് മോഹൻലാലോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റാരെങ്കിലുമോ തന്നെ കണ്ടെത്തി നിർബന്ധിച്ച് ആളെ കൊണ്ടുവരാനാണ് പതിവ്. കാരണം അങ്ങനെ മാത്രമേ ഇവിടെ മത്സരം പോലും സാധ്യമാവുള്ളൂ. കാരണം ഇത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും താരം, അതായത് ഇപ്പോൾ മോഹൻലാലോ മമ്മൂട്ടിയോ അല്ലെങ്കിൽ ഫഹദ് ഫാസിലോ പൃഥ്വിരാജോ കുഞ്ചാക്കോ ഓവരോ പോലെയുള്ള താരങ്ങൾ, അവരൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ സിനിമയിലേക്ക് എടുക്കാനും സിനിമ അവർ സെൻട്രിക് ആണ് എന്ന് പറഞ്ഞാൽ അവരുടെ മാർക്കറ്റ് വാല്യൂ ആണ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കെതിരെയൊക്കെ മത്സരിച്ചാൽ മിക്കവാറും പിന്നീടുള്ള അവസരങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള അവസരങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു സ്യൂഡോ മത്സരങ്ങളാണ്. എന്ന് പറഞ്ഞാൽ മോഹൻലാൽ മത്സരിക്കാൻ വേണ്ടി നിൽക്കുന്നു, അപ്പോൾ ആരെ കൊണ്ടെങ്കിലും ഇവർ തന്നെയാണ് മനഃപൂർവ്വം ഒരു നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പില്ലാതെ ജയിച്ചു എന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങളുടെ സംഘടനക്കകത്ത് പോലെ ജനാധിപത്യം ഇല്ലെന്ന് നാട്ടുകാർക്ക് വിചാരിക്കുക എന്നുള്ളതാണ്. ആ സംഘടനക്കകത്ത് ഒരു ജനാധിപത്യം ഇല്ലെന്നും അത് അടിമക്കൂട്ടങ്ങളുടെ ഒരു സംഘടനയാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് മാറിക്കൊണ്ട് ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പോൾ 74 പേര് മത്സരത്തിന് തയ്യാറായിട്ടുണ്ട്. അതിൽ ജോയ് മാത്യു മാത്രം ഏതാണ്ട് ജഗദീഷ് മത്സരിക്കുന്നു എന്നറിഞ്ഞ് അദ്ദേഹം പിൻവാങ്ങിയിട്ടുണ്ട്. പിൻവാങ്ങിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ടിട്ടുണ്ടായില്ല, പേര് മാറിപ്പോയിന്നു എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ്. ബാക്കിയുള്ള എല്ലാവരെയും സംബന്ധിച്ച് മിക്കവാറും ഇതിൽ ജഗദീഷ് ഇപ്പോൾ പ്രസിഡൻ്റ് ആകും. അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ആയിട്ട് മിക്കവാറും നമ്മുടെ ബാബുരാജ് വരാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ നടനായിട്ടുള്ള ബാബുരാജ് മിക്കവാറും ആ സ്ഥലത്തേക്ക് വന്നേക്കും. പിന്നെ ബാക്കിയുള്ളതിലൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇടയ്ക്ക് മീറ്റിംഗ് വിളിക്കുമ്പോഴത്തേക്കും വെറുതെ കാറിന് വന്നിരുന്നിട്ട് അങ്ങോട്ട് പോകാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞ് ഷിബിലി ഈ സംഘടനയിൽ എന്തെങ്കിലും വലിയ വ്യത്യാസം ഉണ്ടാകുമെന്നോ ഇത് കുറച്ചുകൂടി മറ്റേ മര്യാദക്കാരുടെ സംഘടനയായി മാറുമെന്നോ ഒന്നും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ പോകുന്ന ഒരു സെറ്റപ്പാണ്. അതുകൊണ്ട് AMMAയിൽ എന്തെങ്കിലും ചേഞ്ചോ അല്ലെങ്കിൽ വ്യത്യാസമൊന്നും ഇതുകൊണ്ടുണ്ടാകാൻ യാതൊരു സാധ്യതകളും ഇല്ല. കാരണം അതിൻ്റെ ടോട്ടൽ സെറ്റപ്പ്, ആ ഇൻഡസ്ട്രിയുടെ തന്നെ സെറ്റപ്പ് എന്ന് പറഞ്ഞ് ഒരു താരം, ആ താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂവിൽ അദ്ദേഹം ഡേറ്റ് കൊടുക്കുമ്പോഴാണ് സിനിമ തുടങ്ങുന്നത്. ആ സിനിമയിലേക്ക് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളും ആ സിനിമയിലേക്ക് ഭാഗമാകാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു അമിതാധികാരം പല താരങ്ങൾക്കുണ്ട്. അപ്പോൾ ആ താരങ്ങളുടെ നേരത്തെ ഇത് പ്രൊഡ്യൂസേഴ്സിനായിരുന്നു, അപ്പോഴൊക്കെ ഇതുപോലെയുള്ള പല വൃത്തികേടുകളൊക്കെ നടന്നിരുന്നു. ഇപ്പം നമ്മുടെ താരങ്ങൾക്കാണ്. ആ താരങ്ങളും അതുപോലെ തന്നെ കുറേ നിർമ്മാതാക്കളും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ കോക്കസുകളൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആകെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ സിദ്ദിഖോ അല്ലെങ്കിൽ മോഹൻലാലോ ഒക്കെ ഇരുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒരു 2-3% കൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ കുറച്ചുകൂടി മാന്യമായിട്ടുള്ള ഭാഷയോ ഒക്കെ ജഗദീഷിൻ്റെ ഭാഗത്തുണ്ടാവും. കാരണം വ്യക്തിപരമായി ജഗദീഷ് വളരെ കുറച്ചുകൂടി നല്ല ഒരാളാണ്. ഈവൻ ബാബുരാജ് പോലും ഒരു പരിധിവരെ അദ്ദേഹം അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. ഇപ്പം എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. അതായത് ബാബുരാജ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നൊരു കാര്യം കേട്ട്, അതായത് ആക്രമിക്കപ്പെട്ട നടി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതായത് റേപ്പിന് കൊട്ടേഷൻ കൊടുത്തിട്ടുള്ള ഒരു കേസില്ല, അതിൽ ആക്രമിക്കപ്പെട്ട നടിക്ക് തന്നെ ഇപ്പോഴും നീതി കിട്ടിയോ, നീതി കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരാരെങ്കിലും ആയാൽ പോലും ആ സംഘടനക്കകത്ത് എന്തെങ്കിലും ജനാധിപത്യപരമായിട്ടുള്ള കുറച്ചുകൂടി ഒരു നല്ല രീതിയിലുള്ള കീഴ്വഴക്കങ്ങൾ ഉണ്ടാവുമെന്നോ, നേരത്തെ ഈ സംഘടന വിട്ടുപോയിട്ടുള്ള പാർവതി തിരുവോത്തും അതുപോലെ പത്മപ്രിയെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ വിരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുമെന്നോ ഒന്നും നമ്മൾ വിചാരിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഇതിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഇത് യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു ചെറിയ മാറ്റം ഈ വലിയ താരങ്ങൾ ഇരിക്കുന്നതിനേക്കാൾ ഈ സംഘടനയുടെ തലപ്പത്തേക്ക് ജഗദീഷൊക്കെ വരുമ്പോൾ ഉണ്ടാകും എന്ന് ചെറുതായി നമുക്കൊന്ന് പ്രതീക്ഷിക്കാം, അല്ലാതെ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കാനില്ല. സാർ ഇപ്പം പറഞ്ഞിട്ട് ജനറൽ സെക്രട്ടറി അത് പ്രസിഡന്റിൻ്റെ കാര്യം മാത്രം. അപ്പോൾ ഈ വൈസ് പ്രസിഡന്റ് അതുപോലെ സെക്രട്ടറിമാരുടെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ്? അതൊക്കെ ഷിബിലി വെറുതെ നമ്മളിപ്പോൾ ഈ ഐസിൻ്റെ പുറത്ത് കേക്കിൻ്റെ പുറത്ത് ചെറിയ വെക്കൂല, അതുപോലെ കുറച്ച് പേർക്ക് വന്ന് ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല.
ഇപ്പം ഷിബിലി പറഞ്ഞ പോലെ സെക്രട്ടറി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇതുപോലെയുള്ള സ്ഥാനങ്ങളിലേക്ക് എനിക്ക് തോന്നുന്നു അൻസിബ ഹസനെ പോലെയൊക്കെയുള്ള ചിലരൊക്കെ മത്സരിക്കുന്നുണ്ട്. ഈ അൻസിബ ഹസൻ ഒരു തവണ ഞാൻ ശ്രദ്ധിച്ചത് അവർ സ്മൃതി പരുത്തിക്കാടിൻ്റെ അടുത്ത് അങ്ങനെ ചൂടാകുന്നുണ്ടായി. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അമ്മ എന്ന് വിളിച്ചാൽ മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ AMMA എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്മൃതി പറഞ്ഞു ഇല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്തു, പിന്നെ പോയി കിടന്നുറങ്ങി എന്ന് പറഞ്ഞു അൻസിബ ഹസൻ. അൻസിബ ഹസനൊക്കെ ഏതാണ്ട് AMMA എന്ന് വിളിച്ചില്ലെങ്കിൽ ഇത്രമാത്രം സങ്കടം വരാനുള്ള കാര്യമൊന്നുമില്ല. കാരണം അങ്ങനെയുള്ള മഹത്തരമായൊരു സംഘടനയൊന്നുമല്ല. അമ്മ എന്ന് പറയുന്ന പേര് നിങ്ങളെ വിളിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് അതിലൊന്നും വലിയ പ്രാധാന്യമില്ല. നേരത്തെ ഷിബിലിക്കൊക്കെ അറിയാം, ഇപ്പോൾ ഹണി റോസൊക്കെ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായം അവർ പറയുന്നു, അതിൻ്റെ പുറത്തൊരു തീരുമാനം മാറ്റാൻ കഴിയുമെന്നോ ഒന്നും നമ്മൾ വിചാരിക്കുന്നില്ല. ഇതൊക്കെ വെറുതെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതുപോലെ കഴിഞ്ഞ ദിവസം വന്ന് സരയു മോഹൻ വന്നിട്ട് എന്തൊക്കെയോ മറ്റേ വലിയ പ്രോസസ്സാണ്, ജനാധിപത്യപരമായിട്ട് നടക്കാൻ പോവുകയാണ് എന്നൊക്കെയുള്ളതിലൊക്കെയുള്ള കമൻറ്റുകളൊക്കെ വിട്ടിരുന്നു. ഇതൊക്കെ വെറും ആളപ്പോഴന്മാരാക്കാനാണ്. പിന്നെ ഒരു റീലിന് കുറച്ചും കൂടി ആളുകൾ കൂടും, അതുപോലെ കാണാനുള്ള ആളുകൾ കൂടും, ഈ പറയുന്ന ആളുകളുടെയൊക്കെ കുറച്ച് അവസരങ്ങൾ കൂടുമായിരിക്കും. അല്ലാതെ ഇതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാനില്ല. ബാബുരാജനെതിരെ ചില അഴിമതി ആരോപണങ്ങളൊക്കെ വരെ കേൾക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ചിലപ്പോൾ സ്മൂത്തായിട്ടൊക്കെ നടക്കുമായിരിക്കും. ഇനി അഴിമതി നടത്തിയാലും കുഴപ്പമില്ല. എൻ്റെ അഭിപ്രായത്തിൽ മറ്റു വൃത്തികേടുകളൊക്കെ നടത്താതിരുന്നാൽ മതി. ഇപ്പോൾ നമ്മുടെ ഇടവേള ബാബുവിനെതിരെ വന്ന ആരോപണങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പം അതൊക്കെ ഇനി അഴിമതിയൊക്കെ നടത്തി ഇനി ഇവരുടെയൊക്കെ കുറച്ച് കാശടിച്ച് മാറ്റിയാൽ പോലും എനിക്കത്ര വലിയ സങ്കടമില്ല. കാരണം ഇത് 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയൊക്കെ മെമ്പർഷിപ്പ് ഫീസ് മേടിക്കുകയും അതുപോലെ മറ്റു പല പരിപാടികൾ ഉണ്ടാവുകയും ഇവരുടെ AMMയുടെ ജനറൽ ബോഡി മീറ്റിംഗ് തന്നെ മറ്റേ 20 ലക്ഷം രൂപക്ക് ഓൺലൈൻകാർക്ക് വിൽക്കുകയൊക്കെ ചെയ്യുന്ന സംഘടനയാണിത്. അങ്ങനെ ആ കാശ് മേടിച്ച് പുട്ടടിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് വന്ന കാറുകൾ കവർ ചെയ്യാനായിട്ട് കുറേ പേര് ഇനി അവരോടൊക്കെ കാശ് മേടിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഉത്സവപ്പറമ്പിലൊക്കെ വിളക്കച്ചവടം നടന്ന ആളുകളെ പോലെ ഇതിലെല്ലാം കാശ് മേടിക്കുന്ന സംഘടനയാണ്. അതുകൊണ്ട് അതൊക്കെ നടക്കട്ടെ. അതിനും അപ്പുറത്തേക്ക് ഷിബിലി ചോദിച്ച പോലെ വൈസ് പ്രസിഡന്റ്, ജോയിൻറ്റ് സെക്രട്ടറിമാരെന്നൊക്കെ പറയുന്ന ആളുകൾക്കൊന്നും വലിയ പ്രാധാന്യമൊന്നും ഇല്ല. ഏതാണ്ട് ഒരു 10-25 പേരാ മത്സരിക്കുന്നത്. ഇതിൽ ആര് തന്നെ ജയിച്ചാലും കേരളത്തെ വലിയ പ്രത്യാഘാതമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഭരിക്കും, അല്ലാതെ അതിനപ്പുറത്തേക്ക് വലിയ വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ തമ്മിൽ ഭേദം ചിലപ്പോൾ ഒരു 1% 2% ഇനി വർത്തമാനമെങ്കിലും അവർ കുറച്ചുകൂടി മര്യാദക്ക് പറയും എന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് പറയുമ്പോൾ ഷിബിലിയൊക്കെ ഓർക്കണമുണ്ട്. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണോ വേണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോൾ സിദ്ദിഖിൻ്റെയൊക്കെ കമൻ്റ് ഉണ്ടായിരുന്നു. അത് നടപ്പാക്കണമെന്ന് ഞങ്ങൾ പുറത്തു വിടണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. എന്ത് ചെയ്യുന്നുണ്ട്, പുറത്ത് വിടണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. സർക്കാരിന് ഇഷ്ടമുള്ള പോലെ ചെയ്തോട്ടെ എന്നാണ്. അങ്ങനൊരു സംഘടന ഈ ലോകത്തുണ്ടാവും. അതായത് നമ്മളൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാണ്, മനസ്സിലായോ? നമ്മളിപ്പോൾ മരം വെട്ടുകാരുടെ ഒരു സംഘടനയാണെന്ന് വിചാരിച്ചു. സംഘടനയിൽ മരം വെട്ടലിൻ്റെ ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിച്ച് കുറച്ച് കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ള ജസ്റ്റിസ് ഹേമയുടെ ഒരു റിപ്പോർട്ട് ഒരു മരം വെട്ടുകാരനോട് ചോദിക്കുമ്പോൾ അത് പുറത്തു വിടണം, അവിടുത്തെ കുഴപ്പങ്ങളൊക്കെ പുറത്തു വരണമെന്നല്ലേ പറയുള്ളൂ ഷിബിലി. പിന്നെ ശ്രദ്ധിക്കണമെന്നത് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി നാളെ ഈ സംഘടന ഇപ്പോൾ വേറെ ആരെങ്കിലും ഭരിച്ചാൽ നാളെ ഉടനെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പുറത്ത് നടപടി എടുക്കണമെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങൾ നടന്നാൽ അപ്പം തന്നെ എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുമെന്നോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതൊക്കെ അതിൻ്റേതായ ഒരു ലെവലിൽ അങ്ങോട്ട് പോകും. കാരണം ആ ഇൻഡസ്ട്രിയുടെ കുറേ പ്രത്യേകതകളുണ്ട്. പിന്നെ നമ്മുടെ ഗവൺമെൻറ്റും ഒക്കെ അതിന് ഒത്തു നിൽക്കുന്നതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ആ കാരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതിനകത്ത് വേറെ കൂടുതലായിട്ടൊന്നും പറയാനുമില്ല. ഇവർക്കൊന്നും വലിയ റോളുമില്ല. ആകെയുള്ള റോളെന്ന് പറയുന്നത് ഇവരുടെ ഒരു മാധ്യമ ശ്രദ്ധ കുറച്ചുകൂടി കൂടുതൽ കിട്ടും. ഇനി ഷിബിൽ നോക്കിക്കോളൂ, ഇവർക്കൊക്കെ കുറച്ചുകൂടി അവസരങ്ങൾ കിട്ടും. അതിനപ്പുറത്തേക്ക് വേറൊന്നും സംഭവിക്കാനില്ല.